Hey guys, welcome to my YouTube channel. ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് നമ്മളിന്ന് ചിക്കൻ കറി വെക്കാൻ പോവാണ്. എന്ത് ചിക്കൻ കറി. സോ നമുക്ക് അടുക്കളയിലേക്ക് പോകാം. അതേപോലെ തന്നെ ചിക്കൻ കറി വെക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ചിക്കൻ. നമ്മുടെ ചിക്കൻ എവിടെ? യെസ്, ഇതാ. ഈ ചിക്കൻ കറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾമോസ്റ്റ് കിച്ചണിൽ എല്ലാം ഉണ്ടാക്കാൻ എനിക്കറിയാം. ഞാൻ എല്ലാം ഉണ്ടാക്കും. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ചിക്കൻ കഴിക്കാൻ മാത്രമേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആരാ എന്നെ ചിക്കൻ കറി വെക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ അനിയൻ. ഞങ്ങളിവിടെ പാപ്പച്ചീന്ന് വിളിക്കും. അപ്പോൾ പാപ്പച്ചിയാണ് എന്നെ ചിക്കൻ കറി വെക്കാൻ പഠിപ്പിച്ചത്. അപ്പോൾ ആ ചിക്കൻ കറിയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗായ്സ്, ഇതാണ് നമ്മുടെ ചിക്കൻ. അപ്പം നമുക്ക് ചിക്കൻ ആദ്യം കഴുകുക. അതിന് വേണ്ടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ചിക്കൻ ഇടാം. അപ്പം ഇതാണ് നമ്മളുടെ ചിക്കൻ. അപ്പം നമുക്ക് ചിക്കൻ കഴുകിയാലോ? ഓക്കെ. അങ്ങനെ നമ്മുടെ ചിക്കൻ നമ്മൾ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് എന്ത് വേണം? ഉള്ളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പച്ചമുളക് വേണം. പിന്നെ നിങ്ങളുടെ ചിക്കനിൽ നിങ്ങൾ എന്തൊക്കെ ഇടും ഗൈസ്? പറയൂ ഗൈസ്. ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം, പിന്നെ വെളുത്തുള്ളി നമ്മൾ കുറച്ച് എടുക്കുന്നത്. ഇഞ്ചിയൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ, കാരണം വയറിനൊക്കെ നല്ലതായിരിക്കും. പിന്നെ 3 ചെറിയ പച്ചമുളക്, പിന്നെ 2 വലിയ ഉള്ളി. ഓക്കെ, നമുക്കിത് അരിയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മറ്റേ കല്യാൺ രാമൻ സിനിമയിൽ പറയുന്നത് സവാള കിരി 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 കിരി, സവാള കിരി കിരി കിരി. ആ സവാള കിരി കിരി നമുക്കിപ്പോൾ ആക്കാം. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഗൈസ് വിശേഷങ്ങൾ? ഐ ഓൾവേസ് തോട്ട് ഓഫ് ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് ഞാൻ എപ്പോഴും വിചാരിക്കും എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും. അപ്പോൾ ഐ ഫീൽ ലൈക്ക് എനിക്ക് നല്ല ക്യാമറ വേണം, അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഒരു ഫോണ് വേണം. ഇപ്പം ഐ ഗോട്ട് എ ന്യൂ ഫോൺ. അപ്പം ഞാൻ ഓർത്തു, പിന്നെ എൻ്റെ കസിൻ, ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എനിക്ക് നല്ലൊരു ക്യാമറ കിട്ടിയിട്ടേ ഞാൻ വ്ളോഗൊക്കെ ചെയ്യത്തുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കസിനുണ്ട്, അവളുടെ ഫോണിൽ എടുത്തിട്ട് നല്ല വ്ളോഗൊക്കെ ചെയ്ത് അവളിങ്ങനെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് അപ്പം എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാണ്. ഐ തോട്ട് ഓഫ് ദാറ്റ്. അപ്പം ഞാൻ ഓർത്തു അപ്പോൾ എനിക്കൊരു വ്ളോഗ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആക്ച്വലി ഇതൊന്നും പ്ലാനിലേ ഉണ്ടായിരുന്നില്ല, ചിക്കൻ കറി ഒന്നും. പിന്നെ ഐ തോട്ട് ഓഫ് സംതിങ് ഇൻട്രസ്റ്റഡ്, ഞാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഫുഡ്. അപ്പോൾ ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് റിലേറ്റഡ് ടു ഫുഡ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് ഈ വീഡിയോ. ആൻഡ് ഗൈസ്, ആസ് യൂഷ്വൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുക്കളയിൽ എന്ത് കാര്യവും ഞാൻ ചെയ്യും. ഈ ഉള്ളി അരിയുന്നത് നന്നാക്കുന്നതനുസരിച്ച്, ബിക്കോസ് ഞാൻ ഏതൊരു സാഹചര്യത്തിലും ഞാനങ്ങനെ കരയുന്ന ഒരാളല്ല. പക്ഷേ ഉള്ളി, വെൻ ഇറ്റ് കംസ് ടു ഉള്ളി, ഒനിയൻ, ഞാൻ കരയും. ഞാൻ എന്തും അടുക്കള വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു മടിയില്ല. പക്ഷേ എനിക്കറിയില്ല ഫ്യൂച്ചറിൽ ഉള്ളിയുടെ ആവശ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഉള്ളി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഉള്ളി നന്നാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൈ കണ്ണീസ് ഭയങ്കര സെൻസിറ്റീവ്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിപ്പോൾ ഇഞ്ചി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളി നമ്മൾ മുറിച്ച് കഴിഞ്ഞു. സ്കൂളൊക്കെ തുറക്കാൻ പോയില്ല. ജൂൺ 2-ാം തീയതി ആയിട്ട് സ്കൂളൊക്കെ തുറന്നു. ആരൊക്കെ സ്കൂളിൽ പോയി? സ്കൂൾ തുറന്നവർ കമൻറ്റ് ബിലോ. ഞാൻ ചിക്കൻ കറി ആദ്യമായിട്ട് വെക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. ഞങ്ങളൊരു ദിവസം തറവാട്ടിൽ ഇങ്ങനെ പോയ സമയത്ത് ചിക്കൻ വാങ്ങിച്ചു. അപ്പം ഞങ്ങൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? അമ്മച്ചി വരാൻ വേണ്ടിയിട്ട്. അമ്മച്ചി വന്നാലേ ചിക്കൻ കറി വെക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് എനിക്ക് ചിക്കൻ കറി വെക്കാൻ അറിയത്തില്ലല്ലോ, ഞാൻ ചെറുതാണ്. അപ്പം ഞാനിങ്ങനെ ചിക്കൻ കറി വെക്കാതെ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പാപ്പിച്ചു വന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് ചിക്കൻ വെക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ചിക്കൻ വെക്കാൻ അറിയില്ല. പക്ഷെ പറഞ്ഞു, ഇതൊക്കെ എന്തറിയാൻ, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിമിഷത്തിൽ ഞാൻ ചിക്കൻ കറി വെക്കാൻ പഠിച്ചു. അങ്ങനെയാണ് ചിക്കൻ കറി വെക്കാൻ പഠിച്ചത്. യെസ്.
നമുക്കിതെല്ലാം അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ ഉള്ളി അരിഞ്ഞു, ചിക്കൻ കഴുകി വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ആക്കുന്നത്. ഞാനത് ചതച്ചിട്ടല്ല ഇടുന്നത്, ഞാനത് പേസ്റ്റ് ആക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത്രയും പച്ചമുളകും ഇത്തിരി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയും ഈ ഉള്ളിയുമാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത്രയും മാത്രം ഒന്ന് ഒരുമിച്ചിട്ട് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ ലേശം ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഞാനത് അപ്പോൾ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ഇത്രയാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഈ ഒരു ഇതിൽ നമുക്ക് കിട്ടിയാൽ മതി കേട്ടോ. അപ്പം ഗൈസ് നമ്മളെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഉപ്പ് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതായിരിക്കണം. ഇനി നമ്മൾ എന്താ ചെയ്തേക്കണേ, ഗ്യാസിൽ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ചീനച്ചട്ടി. അപ്പോൾ ഇതിന് ചൂടായിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമ്മുടെ ചീനച്ചട്ടി ചൂടായി വരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇങ്ങനെ ചൂടായി വരുന്ന ചീനച്ചട്ടിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മുക്കാൽ ഒരു പകുതി സ്പൂണിൽ കടുക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി പൊട്ടട്ടെ, നമ്മൾ ലേശം ബാക്കോട്ട് മാറിക്കാം. അപ്പം നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞു. ആ കടുക് പൊട്ടിച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ അരിഞ്ഞ് വെച്ച വെല്ലുള്ളി ഇട്ട് അതിങ്ങനെ ഇച്ചിരി ഒന്ന് വാടിയാൽ മതി. വാടി ഒരു ബ്രൗണിഷ് കളറാകുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഈ പേസ്റ്റ് ഇട്ടിടാം. ആദ്യം ഈ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളി വഴച്ചണം എന്നല്ലേ പറയാം. യെസ്, വഴന്ന് വരട്ടെ. നമുക്കതിന് വേണമെങ്കിൽ ലേശം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത്തിരി കേട്ടോ, വേഗം വഴന്ന് കിട്ടാൻ മതി. ഈ ഉള്ളിയൊക്കെ വഴന്ന് വരുന്ന സമയം നമുക്ക് എന്തൊക്കെ എടുക്കണം എന്നറിയോ, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത് നമ്മുടെ ഗരം മസാലയും മുളക് പൊടി ഉണ്ടാക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ മസാല. നമ്മൾ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പിന്നെ ഇച്ചിരി ഗരം മസാല. നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴന്ന് വാടി വരുന്നുണ്ടല്ലോ. നമുക്ക് അടുത്തായി നമ്മുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇങ്ങനെ വീണു. നമ്മൾ എന്ത് ചെയ്യാം, പേസ്റ്റ് നല്ലോണം ഇളക്കി കൊടുക്കാമേ. അതിന് ശേഷം ഇത് രണ്ടും ഒരു പരുവമായി വരുമ്പോൾ വേണം നമ്മളെന്ത് ചേർക്കാൻ, ഈ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഈ പൊടികളുണ്ടല്ലോ അതൊക്കെ ഇങ്ങോട്ട് ചേർക്കാം. ഓക്കേ. ആ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ നമ്മുടെ മസാലയൊക്കെ നല്ലോണം ചേർത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഇച്ചിരി തീ കൂട്ടി വെക്കാം, എന്നാലേ അതിൽ വേഗം സെറ്റാകത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറയും, ഇതൊന്ന് നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. നേരത്തെ ഇച്ചിരി ഇട്ടതാണെന്നാലും ഒരിച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ടേക്കാം. നമ്മുടെ മസാല കണ്ടോ നല്ലോണം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മസാല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് സിമ്മിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ചിക്കൻ നമ്മൾ കഴുകി വെച്ചിരിക്കണം, നമ്മുടെ ചിക്കൻ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. ഓക്കെ, 1 2 3 4. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് നല്ലോണം ഇളക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പിടിച്ചിങ്ങനെ ഇളക്കി നല്ല വൃത്തിക്ക് മസാലയൊക്കെ പിടിച്ച് ഇനി നമ്മൾ എന്ത് ചെയ്യണം പറയാം, ഇനി നമ്മളിതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കണം. അപ്പം നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. എൻ്റെ കപ്പാണ്, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ കപ്പാണ്. സോ എൻ്റെ കപ്പിൽ തന്നെ നമുക്ക് വിളിക്കും, കാരണം അത് എൻ്റെ വ്ളോഗാണല്ലോ. ഓക്കെ ഗായ്സ്, ഇത്രയും വെള്ളം മതിയാവും. ഒരു കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, അതും. എന്നിട്ട് നമ്മളിത് ഒന്നുകൂടെ ഒന്ന് നല്ല വൃത്തിക്ക് ഇളക്കി നമുക്ക് മൂടിയിട്ട് എന്ത് ചെയ്യാം, ഇത് വേഗം വെക്കാം.
അപ്പോൾ ഗായ്സ് നമ്മുടെ ചിക്കൻ കറി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേഗട്ടെ, നമുക്കിത് മൂടി വെക്കാം. പിന്നെ ഗായ്സ് ഞാൻ ചിക്കൻ കറി മൂടി വയ്ക്കുന്നതിൻ്റെ സെറ്റപ്പ് ഉണ്ടോ, ഒരു അടപ്പിങ്ങനെ വെച്ചിട്ട് തവി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ മൂടി വയ്ക്കും. ബിക്കോസ് ഫുള്ള് മൂടിക്കുന്നത് എൻ്റെ ആവി പിടിച്ചിട്ട് ആ വെള്ളം ഇറങ്ങിയിട്ട് ചിക്കൻ കറി എനിക്ക് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു അടപ്പിങ്ങനെ വെച്ചിട്ട് ഒരു തവി സൈഡിൽ വെക്കും. ബിക്കോസ് ആ ഒരു ആവിക്കുന്നതൊക്കെ സൈഡിൽ കൂടെ പോകുമല്ലോ, അപ്പോൾ നല്ലൊരു തുറക്കുമ്പോഴൊരു മണം കിട്ടുന്നൊക്കെ പറയെങ്കിലും ഐ ലൈക്ക് ദിസ് വേ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ആര് വന്നത്? എൻ്റെ 2 കസിൻസ് വന്നിട്ടുണ്ട് ഗൈസ്. അവൻ ഒളിച്ചിരിക്കണം ഗൈസ്, പക്ഷെ ഞാൻ അവനെ കാണിച്ചു. ഇതാണ് നമ്മുടെ അഭിച്ചേട്ടായി. ഇതാണ് ബിച്ചു. ബിച്ചുനൊട്ട് ഷൈ ഇല്ലാത്തതുകൊണ്ടാണ് ബിച്ചു മോ കാണിക്കാത്തത്. ഹായ് പറ ബിച്ചു, ഹായ് പറ. അഭിച്ചേട്ട ഹായ് പറ. ഹായ് ബിച്ചു നോക്ക്. ഹായ്. നമ്മുടെ ചിക്കൻ്റെ അടപ്പ് നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി, എൻ്റെ ചിക്കൻ കറി. സോ നമുക്കിത് സെർവ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്യണം. നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും കിട്ടിയിട്ടുണ്ട്. സോ നമ്മളുടെ ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നമുക്ക് രണ്ടും ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അഭിച്ചേട്ടായിരിക്കും ബിച്ചു ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും, അവരുടെ അഭിപ്രായമാണ്. അപ്പം നമ്മുടെ ചിക്കൻ കറി നമ്മൾ ബിച്ചുവിന് അഭിഷേകം കൊടുക്കാൻ പോവാണ്. നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അമ്മ കയറി വരുന്നത്. ഹായ്, സേ ഹായ്. ഹായ് പറ. അപ്പം നമ്മുടെ അഭിച്ചേട്ടയും ബിച്ചും കഴിച്ചു നോക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് ബിച്ചു? എങ്ങനെയുണ്ട് അഭിച്ചേട്ടേ? ഒരു പീസ് എടുത്ത് കഴിച്ചു. അതെടുക്കാം. ഒരു പീസ് എങ്ങനെയും എടുക്ക. അഭിച്ചേട്ടാ എങ്ങനെയുണ്ട്? അഭിച്ചേട്ടാ അഭിപ്രായം പറയും. എങ്ങനെയുണ്ട്? ഓക്കെ. പിച്ചിട്ടാ എന്താ സ്ഥിതി? നീ ഒന്ന് കഴിച്ചു ഫസ്റ്റ്. എന്താ സ്ഥിതി? ഓക്കെ, താങ്ക് യു. നമ്മുടെ ചിക്കൻ കറി അഭിച്ചേട്ടയും വെച്ചും പ്രൊസീഡ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് ഇഷ്ടമായി. ഗൈസ് നിങ്ങൾ ട്രൈ ചെയ്യൂ. ബൈ.